السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين وبعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم رب زدنا علما نافعا يا رب العالمين. പ്രിയമുള്ളവരെ, ഒരു ഹദീത്ത് കോൺഫറൻസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. മനുഷ്യന് അവൻ്റെ പരമമായ ലക്ഷ്യം സ്വർഗം കരസ്ഥമാക്കുക. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം ഇമ്മായി എത്തിയന്നക്കും മിന്നി ഹുദ, നമ്മുടെ ഭാഗത്തു നിന്ന് വല്ല ഹിദായത്തും കിട്ടിയാൽ ഫമൻ തബിയ ഹുദായ, ആ ഹിദായത്തിനെ പിന്തുടർന്നു കഴിഞ്ഞാൽ ഫലാ യളില്ലു വലാ യഷ്ഖാ, അവൻ ദൗർഭാഗ്യവാനല്ല, അവൻ വഴിപിഴച്ചു പോവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ലക്ഷ്യസ്ഥാനത്തിലേക്ക് മനുഷ്യനെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കാര്യങ്ങൾ സംവിധാനിച്ചു. ഒന്ന്, അമ്പിയാക്കന്മാരെ അയച്ചു. രണ്ട്, വേദഗ്രന്ഥങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുകയുണ്ടായി. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ. അപ്പോൾ പ്രവാചകന്മാരെ അയച്ചു, അതേപോലെ തന്നെ വേദഗ്രന്ഥങ്ങൾ അയച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനമാകുന്ന സ്വർഗത്തിലെത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു വേദഗ്രന്ഥം നൽകിയിട്ടില്ല. വളരെ കുറഞ്ഞ വേദഗ്രന്ഥങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ: ഖുർആൻ, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ. മറ്റു പ്രവാചകന്മാർക്ക് അപ്പോൾ ജനങ്ങളെ സമുദ്ധരിക്കുവാനും സന്മാർഗത്തിലേക്ക് നയിക്കുവാനും അവർ എന്ത് വഴിയാണ് സ്വീകരിച്ചത്? അങ്ങനെ നോക്കുമ്പോൾ ഖുർആൻ പറഞ്ഞു തരുന്നത് എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകിയിട്ടുണ്ട് എന്നാണ്. വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക്. നബിയെ, താങ്കൾക്ക് ഇതാ വഹി നൽകുന്നു, താങ്കൾക്ക് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാർക്കും വഹി നൽകിയതുപോലെ. അങ്ങനെ നോക്കുമ്പോൾ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വേദഗ്രന്ഥങ്ങളല്ലാത്ത വഹിയും നൽകിയിട്ടുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലുള്ള ചില പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകിയതിനപ്പുറം മറ്റ് നിരവധി സന്ദർഭങ്ങളിൽ വഹി നൽകി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഫലമ്മ അതാഹ നൂദിയ യാ മൂസ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാദിയിൽ വെച്ച് വിളിക്കുന്നുണ്ട്. ശരി, പൂരണമെന്ന് പറയുന്നുണ്ട്, ഫിർഔന്റെ അടുക്കലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അവിടെയൊന്നും ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് ഖുർആൻ നൽകിയിട്ടില്ല. മൂസാ നബിക്ക് അലൈഹിസ്സലാത്തു വസ്സലാമിന് വേദഗ്രന്ഥം നൽകിയിട്ടില്ല. അതേപോലെ തന്നെ നിരവധി സന്ദർഭങ്ങളിൽ ആ കടലിൻ്റെ മുമ്പിൽ എത്തിപ്പെടുമ്പോൾ ഇന്നാ ലമുദ്റകൂൻ, പിടിക്കപ്പെട്ടത് തന്നെയാണ് എന്ന് പറയുമ്പോഴും അവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക വഹി നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ വലഖദ് ഔഹൈനാ എന്ന പ്രയോഗങ്ങൾ പരിശോധിച്ചാൽ അവിടെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വഹി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് നൽകപ്പെട്ട വേദഗ്രന്ഥം പറയുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വഹി നൽകി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ലഭിക്കപ്പെട്ട വേദഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ വേദഗ്രന്ഥങ്ങളല്ലാത്ത വഹിയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതേപോലെ തന്നെയാണ് എല്ലാ നബിമാർക്കും വഹി നൽകിയതുപോലെ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും വഹി നൽകിയത്. ഇന്ന ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യിന മിൻ ബഅദി. മുഹമ്മദ് നബിയെ, താങ്കൾക്കിതാ വഹി നൽകുന്നു. ഏതുപോലെയാണ്? നൂഹ് നബിക്കും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം വന്നവർക്കും വഹി നൽകിയതുപോലെ. അത് വേദഗ്രന്ഥങ്ങളുമുണ്ട്, അതല്ലാത്ത വഹിയും ഉണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഖുർആന് പുറമെ സുന്നത്ത് വഹിയാണ് എന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരണമെന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനക്കാരെങ്കിലും ധിക്കാരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ സൂക്ഷിക്കണം, വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് പറയുന്നുണ്ട്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോട് എതിരാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എതിരായി കഴിഞ്ഞാൽ കടുത്ത ശിക്ഷയുണ്ട് എന്ന് പറയുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിക്ക് ഉത്തരം നൽകണമെന്ന് പറയുന്നുണ്ട്. അതിലപ്പുറം ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് അതിമഹത്തായ മാതൃകയുണ്ട് എന്ന ഒരു രാഷ്ട്രത്തലവൻ എന്നുള്ള നിലയിൽ, ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ, അതേപോലെ തന്നെ പ്രവാചകന്റെ സ്വഭാവം, പെരുമാറ്റം, സാമൂഹ്യ കുടുംബ ജീവിതങ്ങൾ, ആരാധനകൾ, ഇതൊക്കെ ഖുർആനിൽ നിന്ന് മാത്രം തെരഞ്ഞാൽ കിട്ടുകയില്ല. മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് മാതൃകയാണ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നുകൊണ്ട് പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ആളുകൾ, സഹാബിമാർ ചോദിച്ചിരുന്നത്. സഹോദരങ്ങളെ, ഖുർആൻ മാത്രമാണ് പ്രമാണം, സുന്നത്തൊരു പ്രമാണമേ അല്ല എങ്കിൽ എന്തിനാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുൻഗാമികളായ ആളുകൾ അവർ നാടുവിട്ട് ക്ലേശങ്ങൾ സഹിച്ച് വിദൂര ദിക്കുകളിലേക്ക് ഹദീസ് പഠിക്കുവാൻ വേണ്ടി, റായുമാരുടെ ശരാശരി നോക്കുവാൻ വേണ്ടി, തെറ്റും ശരിയും നോക്കുവാൻ വേണ്ടി എന്തിനവർ ത്യാഗം ചെയ്തു? പോകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്ത് പോലും ഞങ്ങൾക്ക് ഖുർആൻ മതി, നബിയുടേതായൊരു വിസ്തീർണം വേണ്ട എന്ന് പല സ്വഹാബിയും പറഞ്ഞു. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ യാത്ര കെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അവർ സഞ്ചരിച്ചിരുന്നു എന്നത് സുന്നത്ത് പ്രമാണമാണ് എന്നതിന് പൂർവ്വസൂരികളായ സഹാബിമാർ മുതൽ മനസ്സിലാക്കിയിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ രൂപം, ഹജ്ജിൻ്റെ രൂപം, നമസ്കാരത്തിന് സമയം, വുളൂഇൻ്റെ കൈഫിയത്ത്, ഇങ്ങനെ നിരവധി അനവധി വിഷയങ്ങളിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം അനുവർത്തിക്കേണ്ടത് എന്ന് സുന്നത്തെടുക്കാതെ ഒരാൾക്കും മനസ്സിലാക്കാനേ സാധിക്കുകയില്ല. കട്ടവൻ്റെ കൈ ഛേദിക്കണമെന്ന് പറയുമ്പോൾ കൈ എത് എന്നതിന് കഫ് ഉപയോഗിക്കും, സിറാ ഉപയോഗിക്കും, അളത് ഉപയോഗിക്കും. ഇതിൽ ഏതാണ് ശരി എന്ന് മനസ്സിലാക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് പഠിപ്പിച്ചു തന്നത്? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ലിതുബയ്യിന ലിന്നാസി വഅൻസൽനാ ഇലൈക ദിക്ർ, ഈ ദിക്ർ നാം നിങ്ങൾക്ക് ഇറക്കിയത് ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കണം. സുമ്മ ഇന്ന അലൈനാ ബയാന, ഖുർആൻ ഇറക്കപ്പെട്ട ഖുർആൻ വ്യക്തമാക്കി കൊടുക്കുക എന്നത് അള്ളാഹുവിൻ്റെ ബാധ്യതയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുകയാണ്. ഖുർആൻ മതി എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് ചത്ത മത്സ്യം കഴിക്കാൻ സാധിക്കുമോ? ജറാദ് ഭക്ഷിക്കുവാൻ സാധിക്കുമോ? ഹിംസ്രജീവി അത് ഹറാമാണെന്ന് അവർക്ക് പറയാൻ സാധിക്കുമോ? ഒരു സ്ത്രീയെയും അവരുടെ സഹോദരിയെയും ഒരുമിച്ച് കല്യാണം കഴിക്കാൻ പാടില്ല. ഒരു സ്ത്രീയെയും അവളുടെ അമ്മായിയെയും ഒരുമിച്ച് കല്യാണം കഴിക്കാൻ പാടില്ല. ഒരു സ്ത്രീയെയും അവളുടെ ഉമ്മയുടെ സഹോദരിയെയും ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഖുർആനല്ല, ഹദീത്ത് പ്രമാണമായി സ്വീകരിച്ചാലല്ലാതെ ഖുർആൻ കൊണ്ട് മാത്രം മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് അറബി ഭാഷയിൽ അഗ്രഗണ്യന്മാരായിരുന്ന സഹാബിമാർ പോലും പല വിഷയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയം ചോദിക്കുകയുണ്ടായി. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട മാസങ്ങളാണ് എന്ന് ഖുർആൻ പറയുകയല്ലാതെ ഹജ്ജിൻ്റെ മാസങ്ങൾ ദുൽഖഅദ്, ദുൽഹിജ്ജ, ശവ്വാൽ, ഈ 3 മാസങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ മാത്രമാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്നത് സ്വഹാബിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നുവെങ്കിൽ തീർച്ചയായും ഹദീസ് പ്രമാണമായി സ്വീകരിക്കണമെന്നത് മുൻഗാമികൾ എല്ലാവരും അംഗീകരിച്ചു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ഈമാൻ ദുൽമുമായി കൂടിക്കലർന്നിട്ടില്ല എങ്കിൽ എന്ന ആയത്തിറങ്ങിയപ്പോൾ സഹാബിമാർ ബേജാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആയത്തിൻ്റെ വിസ്തീർണമായി കൃത്യമായ ഹദീസ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തത്. ബനൂ നദീർ ഗോത്രത്തെ എന്ത് ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന് പുറമെ വഹയ്യായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു, വ്യക്തമാക്കി കൊടുത്തിരുന്നു. ഒരു കഴുതയുടെ മാംസം ഭക്ഷിക്കാൻ പാടുണ്ടോ എന്ന് ഹദീസ് നിഷേധികളായ ആളുകളോട്, ഹദീസ് പ്രമാണമായി അംഗീകരിക്കാത്ത ആളുകളോട് കഴുതയെ ഭക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർ അതെ എന്ന് പറയേണ്ടി വരും. സഹോദരങ്ങളെ, ഇങ്ങനെ ഹദീസ് അതിനെതിരായി
ആരെങ്കിലും ശബ്ദിച്ചിരുന്നുവെങ്കിൽ ശക്തമായ താക്കീതുകളാണ് മുൻഗാമികൾ നൽകിയിരുന്നത് എന്ന് കാണുവാൻ സാധിക്കും. പ്രവാചകന്റെ അധ്യാപനത്തിനെതിരായി ഒരിക്കലും ചെറുവിരൽ അനക്കുവാൻ പാടില്ല എന്ന സന്ദേശമാണ് മുൻഗാമികൾ മനസ്സിലാക്കിയത്. കാരണം വമാ യന്തിഖു അനിൽ ഹവാ, ദേഹേച്ഛക്കനുസരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നവനല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിക്കുക. അത് പ്രമാണമാണ്, ഖുർആന്റെ വിശദീകരണമാണ്. അത് സ്വീകരിച്ചാൽ മാത്രമാണ് സ്വർഗത്തിലേക്ക് എന്ന് പറയപ്പെട്ട ആ സ്വർഗത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. പ്രമാണം അംഗീകരിക്കുക, വിശ്വാസികളാകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.